ഹലോ, ഇന്ന് നമുക്ക് അഫർമേഷൻസ് എന്താണെന്നും അത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നോക്കാം. എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ അഫർമേഷൻസ് പറയണം എന്നൊക്കെ. പക്ഷെ അത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞാവാചകങ്ങളാണ്. അത് മന്ത്രാസ് തന്നെയാണ്. നമ്മുടെ മനസ്സിന് രണ്ട് പാർട്ടാണുള്ളത്, സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പം തൊട്ടുള്ള എല്ലാ മെമ്മറീസും ഇമോഷൻസും ഒക്കെ അവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ലോജിക്കൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള ചിന്തകൾ, അതൊക്കെയാണ് കോൺഷ്യസ് മൈൻഡിൽ ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല നമ്മുടെ ചിന്തകൾ നല്ലതാണോ ചീത്തയാണോ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നല്ല. പക്ഷേ കോൺഷ്യസ് മൈൻഡിന് അറിയാം അല്ലേ. അത് നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തെറ്റാണല്ലോ, ശരിയാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണ് കോൺഷ്യസ് മൈൻഡ്. അപ്പം എന്ത് കാര്യം നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അതാണ് നാളത്തെ റിയാലിറ്റി ആവുന്നത്. അപ്പോൾ വേർഡ്സിനും നമ്മുടെ തോട്ട്സിനുമൊക്കെ എനർജി ഉണ്ട്. ആ എനർജിയാണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ എന്താണോ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് തോട്ട്സൊക്കെ മാറിയിട്ട് പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കണം. അപ്പം എപ്പോഴും ഫോർ എക്സാമ്പിൾ നമ്മളെപ്പോഴും പറയുകയാണ്, അയ്യോ എനിക്ക് വയ്യ, ജീവിതം വളരെ കഷ്ടപ്പാടാണ് എന്നൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതേസമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ലൈഫ് വളരെ ഈസി ആൻഡ് എഫർട്ട്ലെസ്, ഞാൻ എപ്പോഴും ഹാപ്പിയാണ് എന്നിങ്ങനെ നമ്മുടെ മനസ്സിനെ, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺവിൻസ് ചെയ്യുകയാണ് നമ്മൾ ഈ അഫർമേഷൻസിലൂടെ. നമ്മളിങ്ങനെ നമുക്ക് ഉള്ള കാര്യങ്ങൾ അല്ല, നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ വീണ്ടും 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 പറഞ്ഞു കൊടുത്ത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺവിൻസ് ചെയ്യിക്കുകയാണ്. അപ്പം അത് സബ് കോൺഷ്യസ് വിചാരിക്കും ഇതാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമുക്ക് കഷ്ടപ്പാടാണെന്ന് പറയുന്നതിന് പകരം എൻ്റെ ലൈഫ് എപ്പോഴും ഹാപ്പി ആൻഡ് പോസിറ്റീവ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും ഇതാണ് ഈ ആൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതായിരിക്കും പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അപ്പോൾ അഫർമേഷൻസ് എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കണം, സിമ്പിൾ, ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ്, പിന്നെ നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ എം എ വിന്നർ, ഐ എം റിച്ച്, ഐ എം ഹെൽത്തി, ഐ എം വെൽത്തി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ കൺവിൻസ് ചെയ്ത് എടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു കാറ് വാങ്ങണം എന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അത് നമ്മുടെ ഭയങ്കര ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം ആ ഗോള്. എന്ത് കാറാണ് വേണ്ടത്, ഏത് മോഡലാണ് വേണ്ടത്, എന്ത് കളറാണ് വേണ്ടത്, അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു BMW കാറാണ് വാങ്ങിക്കണമെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ ബോട്ട് എ ന്യൂ BMW X7 എന്നോ X5 നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് സ്പെസിഫിക് ആയിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാലറി, ഐ എം ഗെറ്റിംഗ് 1 lakh പ്രോഫിറ്റ് ഫ്രം മൈ ബിസിനസ്, മന്ത്ലി പ്രോഫിറ്റ് ഫ്രം മൈ ബിസിനസ്, പിന്നെ ഐ ഗോട്ട് ആൻ എക്സലൻറ്റ് ജോബ് എന്ന്. പിന്നെ അതിൽ സപ്പോസ് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻ്റർവ്യൂ നല്ല ഇതായിട്ട് വരണം, എന്താണ് മൈ ഇൻ്റർവ്യൂ വാസ് എക്സലൻറ്റ്, ഐ ഡിഡ് വെരി വെൽ ഇൻ മൈ ഇൻ്റർവ്യൂ, ഐ ഡിഡ് എ വെരി ഗുഡ് പ്രസൻറ്റേഷൻ. അങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിന് പോകുന്നതിന് മുമ്പ് നിങ്ങളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഗോൾസിന് നല്ല ക്ലാരിറ്റി വേണം. പിന്നെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരണം. നമ്മൾ സാറിന് പറയാറുള്ളത് എങ്ങനെയാണ്, അസുഖങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലേ. പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, അസുഖങ്ങളൊക്കെ മാറ്റിത്തരണം. അങ്ങനെ പറയാതെ ഐ എം വെരി ഹെൽത്തി ആൻഡ് കംപ്ലീറ്റ്ലി ഹീൽഡ് എന്ന് പറയുക. പിന്നെ എൻ്റെ കടങ്ങൾ മാറ്റിത്തരണം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിന് പകരം ഐ എം ഫൈനാൻഷ്യലി ഫ്രീ എന്ന് പറയുക. അത് റിപ്പീറ്റായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് പോസിറ്റീവായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കി അപ്പോൾ ഗോൾസിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. പിന്നെ നിങ്ങൾക്ക് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലിട്ടാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് അഫർമേഷൻസ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കെല്ലാം ഇങ്ങനെ മോളിൽ നിന്ന് വന്ന് കിട്ടും അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മൾ എഫർട്ട് ഇടുക, നമ്മൾ ജോലി ചെയ്യുക. പക്ഷേ യൂണിവേഴ്സ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ആളുകളെ അവസരങ്ങളുമായിട്ട് നമ്മളെ കണക്റ്റ് ചെയ്യിക്കും. അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു മാജിക്കായിട്ട് മഴ പോലെ നമ്മുടെ കയ്യിൽ 1 lakh വേണമെന്ന് പറഞ്ഞാൽ 1 lakh അങ്ങനെ വന്ന് വീഴത്തില്ല. അപ്പോൾ അതിനുള്ള അവസരങ്ങളും ആളുകളെയും നമ്മുടെ മുന്നിലെത്തിക്കും. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയും നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഇത് വരും. അപ്പോൾ നമ്മളത് വിശ്വസിക്കുക. അല്ലാതെ നമ്മളവിടെ ഒരു ഡൗട്ട് ചെയ്യാൻ പാടില്ല, അയ്യോ ഇത് നടക്കുമോ നടക്കില്ലയോ അങ്ങനെയുള്ള ഒരു ഡൗട്ടിലേക്ക് പോകാതെ ഭയങ്കര ഒരു ഉറച്ച വിശ്വാസത്തോടെ ഇത് നടക്കും, യൂണിവേഴ്സ് എനിക്കിത് നടത്തിത്തരും എന്ന് ഉള്ള വിശ്വാസത്തിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പം ഒരു കാര്യം ഓർക്കണം, നമ്മളെപ്പോഴും ഇനി പറയുന്നത് ഇല്ലായ്മയുടെയും കഷ്ടപ്പാടും ഒന്നുമുള്ള കാര്യങ്ങളായിരിക്കരുത്. എപ്പോഴും നമ്മൾ പറയേണ്ടത് അബൻഡൻസിൻ്റെയും വെൽത്തിനെ പറ്റിയും ഹാപ്പിനെസ്സിനെ പറ്റിയും ഒക്കെ മാത്രമായിരിക്കണം.
അപ്പോൾ ഓൾവേസ് റിമെമ്പർ യുവർ തോട്ട്സ് ക്രിയേറ്റ് യുവർ റിയാലിറ്റി. ഇപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്സ്മെൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ലൈഫിലുണ്ടാകുന്ന പോസിറ്റിവിറ്റീസ്, ഹാപ്പിനെസ് നിങ്ങൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും.